പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്നീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ AMVക്ക് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇനി പഠിച്ച് ആദ്യത്തെ അഡ്വൈസ് ജോലി നേടാനായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി RTIs ഉദ്യോഗാർത്ഥികൾ കേരള PSCക്ക് ഫയൽ ചെയ്യുകയുണ്ടായി. അപ്പൊ കേരള PSC അതിന് കൊടുത്ത റിപ്ലൈ അനുസരിച്ചിട്ട് 2026 ഏപ്രിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സെപ്റ്റംബറിൽ പരീക്ഷ കാണും. അപ്പൊ നമുക്ക് മുമ്പിൽ വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സമയം കൊണ്ട് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് പഠിച്ച് അടുത്ത ഒരു റിവിഷനും കൂടെ നടത്തി അഡ്വാൻസ്ഡ് ലെവൽ ലേണിംഗും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിനു മുമ്പേ നമ്മൾ സ്റ്റഡി പ്ലാനിലേക്ക് പോകും മുമ്പേ നമുക്ക് സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ സിലബസിന് 40 മാർക്കിന് മെക്കാനിക്കലിലെ ടോപ്പിക്ക്, 40 മാർക്കിന് ഓട്ടോമൊബൈലിലെ ടോപ്പിക്ക്, 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് എന്നീ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പൊ മെക്കാനിക്കലിലെ 40 മാർക്കിന് നമുക്ക് 10 മാർക്കിന് പഠിക്കാനുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. അടുത്ത 10 മാർക്കിന് തെർമൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത 10 മാർക്കിന് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. അടുത്ത 10 മാർക്കിന് മെഷീൻ എലമെന്റ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ് ആണ്. അങ്ങനെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 40 മാർക്കാണ് ഉള്ളത്. അടുത്ത 40 മാർക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ആദ്യത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റം. അടുത്ത 10 മാർക്കിന് ഷാസിയാണ്. അടുത്ത 10 മാർക്കിന് ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ്. അടുത്ത 10 മാർക്കിന് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസ് ആണ്. അപ്പൊ അങ്ങനെ ഓട്ടോമൊബൈലിൽ 40 മാർക്കിനുള്ള ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതിനകത്ത് 10 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അടുത്ത 10 മാർക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക് ആണ്. ഇങ്ങനെ 100 മാർക്കിന്റെ OMR പരീക്ഷയാണ് AMVക്ക് വരുന്നത്. അപ്പൊ ഈ OMR പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്ന കാൻഡിഡേറ്റിന് ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്, ഫിസിക്കൽ മെഷർമെന്റ് ഉണ്ട്. ഫിസിക്കൽ മെഷർമെന്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ 20 മാർക്കിന് ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ 100 മാർക്കിന്റെ OMR പരീക്ഷയും 20 മാർക്കിന്റെ ഇന്റർവ്യൂവിന്റെ കൂടെ മാർക്ക് ചേർത്തിട്ട് 120 മാർക്കിലാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പൊ റിട്ടൺ ടെസ്റ്റ് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എളുപ്പത്തിൽ കയറാൻ പറ്റും. ഇപ്പൊ റിട്ടൺ ടെസ്റ്റ് ആണ് നമ്മുടെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞാൽ. ഇനി AMVക്ക് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈത്താങ് വേണം. നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താനായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനം വേണം. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ടെക് PSC കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ബാച്ച് ആണ്, AMVയുടെ ഫോക്കസ് ബാച്ച് ആണ്. അപ്പൊ അതിനകത്ത് പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഫുൾ സിലബസ് പ്രകാരമുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ കിട്ടും, ഫുൾ നോട്ട്സ് കിട്ടും, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, പരീക്ഷ വരെയും കോച്ചിങ് കിട്ടും. പരീക്ഷ ക്ലിയർ ചെയ്താൽ ഇന്റർവ്യൂ ഗൈഡൻസ് കിട്ടും. അപ്പൊ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു തരും. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ റിസൾട്ട് ടെക് PSCക്ക് ആയിരുന്നു. 200-ലധികം ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സ് മാത്രം എടുത്തിട്ട് റാങ്ക് ലിസ്റ്റ് കയറി പറ്റിയത്. അപ്പൊ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്തണം, വളരെ സ്മാർട്ടായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക് PSCയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. അപ്പൊ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥി ഫെബ്രുവരി 1 തൊട്ടാണ് പഠിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആദ്യ റാങ്കിൽ എത്താനായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ടോപ്പിക് ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് ഫുൾ സിലബസ് റിവിഷനും ചെയ്ത് ഞാൻ പറയുന്ന ആ ടൈമിൽ ടെസ്റ്റ് സീരീസ് എഴുതി പിന്നെ ഫൈനൽ ലാപ്പ് റിവിഷൻ കഴിഞ്ഞ് ഒരു സ്റ്റേജ് ഓഫ് റിവിഷനും കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആദ്യ അഡ്വൈസിൽ തന്നെ ജോലി കിട്ടാവുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തും. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അപ്പൊ ഫെബ്രുവരി 1 തൊട്ട് 11 വരെ മെക്കാനിക്കലിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് നമ്മൾ സബ്ജക്ട് കവർ ചെയ്തിരിക്കുന്നു. ഫെബ്രുവരി 12ഉം 13ഉം കൊണ്ട് നമ്മൾ ക്വിക്ക് റിവിഷൻ, അപ്പൊ ഈ കവർ ചെയ്ത ടോപ്പിക്കുകളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് റിവിഷനും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യണം. അപ്പൊ സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം ഒരു ബുക്കിൽ നമ്മൾ കുറിച്ചെടുക്കണം. അതാണ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഈ സ്മാർട്ട് നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ ഏറ്റവും അവസാനം നമുക്ക് എന്ത് ചെയ്താൽ മതി, റിവിഷൻ ചെയ്യുമ്പോൾ ഈ സ്മാർട്ട് നോട്ട് മാത്രം നോക്കിയാൽ മതി. പരീക്ഷയുടെ തലേന്ന് പോലും നോക്കിയാൽ നമുക്ക് ഈ സ്മാർട്ട് നോട്ട് മാത്രം പെട്ടെന്ന് നോക്കി തീർക്കാൻ പറ്റും. അപ്പൊ ഫെബ്രുവരി 14 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക് വൈസ് പരീക്ഷ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
ഫെബ്രുവരി 15 തൊട്ട് 28 വരെയുള്ള ടൈമിൽ നമ്മൾ ഓട്ടോമൊബൈലിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റം നമ്മൾ പഠിക്കണം. അതിന് 10 മാർക്കാണ് വെയിറ്റേജ്. അപ്പൊ അതിന്റെ സബ്ജക്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കണം. അപ്പൊ ഫെബ്രുവരി 15 തൊട്ട് 28 വരെയുള്ള ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടോമൊബൈലിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റത്തിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. അതിന് 10 മാർക്കാണ് വെയിറ്റേജ്. ഓട്ടോമൊബൈലിലെ അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അത് വളരെ ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാർച്ച് 1ഉം 2ഉം കൊണ്ട് നിങ്ങൾ ആ ടോപ്പിക്കിലെ ക്വിക്ക് റിവിഷൻ ചെയ്തിരിക്കണം. അതിന്റെ സ്മാർട്ട് നോട്ട് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സുകൾ നമ്മുടെ ബുക്കിലേക്ക് കുറിച്ചെടുക്കണം. മാർച്ച് 3-ന് നമ്മൾ എന്ത് ചെയ്യണം? കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് IC എഞ്ചിന്റെ പരീക്ഷകൾ, ടോപ്പിക് വൈസ് പരീക്ഷകൾ, മാക്സിമം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ഈ ടോപ്പിക് വൈസ് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് പഠിക്കുന്നതിന് മുമ്പേ ഇതിന് വേണ്ട നോട്ട്സുകൾ, അതോടൊപ്പം തന്നെ ഇതിന് വേണ്ട ടോപ്പിക് വൈസ് പരീക്ഷകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി റെഡി ആയിരിക്കണം. ഇനി സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഇനി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ട്രാറ്റജി പ്രകാരം അവരുടെ സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, മാർച്ച് 4 തൊട്ട് 14 വരെയുള്ള ദിവസത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 2ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള തെർമൽ എഞ്ചിനീയറിംഗ് പഠിക്കുക. അതിന് വെയിറ്റേജ് 10 മാർക്കാണ്. അതിന്റെ സബ്ജക്ട് ഫുള്ള് കവർ ചെയ്യുക. മാർച്ച് 15ഉം 16ഉം കൊണ്ട് അതിന്റെ റിവിഷനും നമ്മൾ അതോടൊപ്പം തന്നെ സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്യുക. മാർച്ച് 17 ആകുമ്പോഴത്തേക്ക് അതിന്റെ ടോപ്പിക് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് മാർച്ച് 18 തൊട്ട് 28 വരെയുള്ള ദിവസത്തിൽ ഓട്ടോമൊബൈലിലെ 2ാമത്തെ മൊഡ്യൂളായ ഷാസി, അതിന് 10 മാർക്കാണ് വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. മാർച്ച് 29ഉം 30ഉം കൊണ്ട് നമ്മൾ അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ മേക്ക് ചെയ്തിരിക്കണം. മാർച്ച് 31-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഏപ്രിൽ 1-ന് നമ്മൾ മെക്കാനിക്കലിലെ 3ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ കവർ ചെയ്യണം. അതിന് 10 മാർക്കാണ് വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ഏപ്രിൽ 11 തൊട്ട് 12 വരെ ആയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ക്വിക്ക് റിവിഷനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്യണം. ഏപ്രിൽ 13-ന് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ എഴുതണം. അപ്പൊ നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിനൊക്കെ നല്ല ക്വസ്റ്റ്യൻസ്, ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏപ്രിൽ 14 തൊട്ട് 24 വരെ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഓട്ടോമൊബൈലിലെ അടുത്ത മൊഡ്യൂൾ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം നമ്മൾ കവർ ചെയ്യണം. അതിന് 10 മാർക്കാണ് വെയിറ്റേജ്. ഏപ്രിൽ 25 തൊട്ട് 26 വരെ ആയിട്ടുള്ള ദിവസങ്ങളിൽ അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ മേക്ക് ചെയ്തിരിക്കണം. ഏപ്രിൽ 27-ന് നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ ടോപ്പിക് ടെസ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഏപ്രിൽ 28 തൊട്ട് മെയ് 9 വരെയുള്ള ദിവസത്തിൽ മെക്കാനിക്കലിലെ അടുത്ത മൊഡ്യൂൾ ആയിട്ടുള്ള മെഷീൻ എലമെന്റ് ആൻഡ് മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ്, അതിന് 10 മാർക്കാണ് വെയിറ്റേജ്. അപ്പൊ അത് കവർ ചെയ്യുക. മെയ് 10ഉം 11ഉം ആയിട്ടുള്ള ദിവസങ്ങളിൽ അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും നമ്മൾ മേക്ക് ചെയ്യണം. മെയ് 12-ന് നമ്മൾ മെഷീൻ എലമെന്റ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലറിന്റെ ടോപ്പിക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നമ്മളിവിടെ മെയ് 13 തൊട്ട് 22 വരെ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഓട്ടോമൊബൈലിലെ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, ഓട്ടോമൊബൈലിലെ ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽ നമ്മൾ പഠിക്കണം. അതിന് 10 മാർക്കാണ് വെയിറ്റേജ്. മെയ് 23 തൊട്ട് 24 വരെയുള്ള ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ടും മേക്ക് ചെയ്യണം. മെയ് 25-ന് അതിന്റെ ടോപ്പിക് വൈസ് പരീക്ഷ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ മെയ് 26 തൊട്ട് ജൂൺ 5 വരെ കൊണ്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിലെ ആദ്യത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിന് 10 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. ജൂൺ 6-നും 7-നും കൊണ്ട് അതിന് ക്വിക്ക് റിവിഷനും വേണം. അതോടൊപ്പം തന്നെ സ്മാർട്ട് നോട്ട് നമ്മൾ മേക്ക് ചെയ്തിരിക്കണം. ജൂൺ 8-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ജൂൺ 9 തൊട്ട് 17 വരെയുള്ള ദിവസം കൊണ്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിലെ ജോബ് റിലേറ്റഡ് ടോപ്പിക്ക്, അതിന് 10 മാർക്കാണ് വെയിറ്റേജ്. അതിന്റെ സബ്ജക്ട് കവർ ചെയ്തിരിക്കണം. ജൂൺ 18ഉം 19ഉം കൊണ്ട് അതിന്റെ ക്വിക്ക് റിവിഷനും സ്മാർട്ട് നോട്ട് നമ്മൾ മേക്ക് ചെയ്തിരിക്കണം. ജൂൺ 20-ന് അതിന്റെ ടോപ്പിക് ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയും കാര്യമാകുമ്പോൾ നമ്മുടെ സബ്ജക്ട് കവറേജ് നമ്മൾ ജൂൺ 20 കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതായത് ജൂൺ 20 കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഫുൾ സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ജൂൺ 21 തൊട്ട് 30 വരെയുള്ള ദിവസം നമ്മൾ എല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. അപ്പൊ എങ്ങനെ റിവൈസ് ചെയ്യണം?
നമ്മുടെ സ്മാർട്ട് നോട്ട് നോക്കിയിട്ട് നമ്മൾ റിവൈസ് ചെയ്യണം. അതിനുശേഷം ജൂലൈ 1 തൊട്ട് 10 വരെയുള്ള ദിവസത്തിൽ നമ്മൾ ഫുൾ മൊഡ്യൂളിലെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഈ മോഡൽ എക്സാംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യം AMVയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തണം. അത് ഈ സിലബസ് പ്രകാരമുള്ള ഒരു ചോദ്യപേപ്പറേ നമുക്കുള്ളൂ, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാവുന്ന ഏതെങ്കിലും ടെസ്റ്റ് സീരീസ്, ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട് അധികം തെറ്റുകളൊന്നും ഇല്ലാത്ത നല്ല അധ്യാപകരുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ കോഴ്സ് എടുത്തവരാണെങ്കിൽ കോഴ്സ് എടുത്തവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും കോഴ്സിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ സ്വന്തമായിട്ട് പഠിക്കുന്നവർ എന്തായാലും നിങ്ങൾ ഒരു ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഈ നമ്മുടെ സിലബസ് പ്രകാരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ 20 മാതൃകാ പരീക്ഷകളെങ്കിലും നമ്മൾ മിനിമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലുള്ള ഗ്യാപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലായി, നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് കറക്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫൈനൽ ലാപ്പ് റിവിഷൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ ആ ഫൈനൽ ലാപ്പ് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗത്തു നിന്നാണോ നമുക്ക് തെറ്റ് വന്നതും അതെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യണം. ഇപ്പൊ ജൂലൈ 11 തൊട്ട് 16 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഫൈനൽ ലാപ്പ് റിവിഷൻ ചെയ്തിരിക്കണം. നമ്മുടെ പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അത് റെക്ടിഫൈ ചെയ്യണം. നമ്മൾ ഒരു ഫൈനൽ ലാപ്പ് റിവിഷൻ ഇങ്ങനെ റിവിഷൻ ചെയ്തിരുന്ന നമുക്ക് പരീക്ഷ എന്തായാലും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ സെപ്റ്റംബറിലെ പരീക്ഷ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ജൂലൈ 16 കൊണ്ട് നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും സിലബസ് ചേഞ്ച് വരുമോ എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സിലബസിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം നമ്മൾ വലിയ ചേഞ്ചസ് പ്രതീക്ഷിക്കുന്നില്ല. ഇനി സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലും വളരെ ചെറിയ ചേഞ്ചസേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇതിനു മുമ്പേ നമ്മുടെ സിലബസ് വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ പരീക്ഷ സെപ്റ്റംബറിൽ ഉണ്ടെങ്കിൽ ഇതിനു മുമ്പേ സിലബസ് വരും. അപ്പൊ ആ സിലബസ് പ്രകാരം നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ അന്നേരം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ സിലബസ് ചേഞ്ച് ഇല്ല എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ പഠിക്കുക. സിലബസിൽ കാര്യമായിട്ടുള്ള മാറ്റം വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനെയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടിലെ കുറച്ച് റിസൾട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 200-ലധികം ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ മാത്രം മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ വിജയം, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റികളാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാൻ എന്റെ മെന്റർഷിപ്പിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെക്പീസിയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏറ്റവും പുതിയ ബാച്ചാണ്, നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന പ്രമാണിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ചാണ്, ഫോക്കസ് ബാച്ചാണ്, ലോങ് ടൈം ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഇപ്പോഴാകുമ്പോൾ മന്തിന്റെ ഓഫർ ഉണ്ട്, 25% ഡിസ്കൗണ്ടും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം, നിങ്ങളുടെ സക്സസ് ടിക്കറ്റ് ഉറപ്പിക്കുക. അപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഷെഡ്യൂളുകളിൽ കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ടുള്ള ടോപ്പിക് ടെസ്റ്റ്, റൈറ്റ് സോഴ്സിൽ നിന്ന് തന്നെ ടോപ്പിക് ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുൾ റിവിഷൻ, ഫുൾ സിലബസ് പ്രകാരമുള്ള മാതൃകാ പരീക്ഷകൾ കൃത്യമായിട്ട് ചെയ്യുക. ഫൈനൽ ലാപ്പ് റിവിഷൻ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് എല്ലാം ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് ഫൈനൽ ലാപ്പ് റിവിഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞും ഇനി സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചെറിയ ചേഞ്ചസ് എല്ലാം അഡാപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി കിട്ടും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏവർക്കും വിജയാശംസകൾ. താങ്ക് യു.